എന്നിട്ടല്ലേ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോവാൻ തുറക്കുവീൻ പെണ്ണുങ്ങൾക്ക് പള്ളിവാതിലുകൾ എന്ന് പറഞ്ഞ് സമരം നടത്താൻ. അപ്പോൾ വഹാബികൾക്ക് ഇതിന് പ്രമാണമില്ല. അവർ സ്വന്തം അവരുടെ ബുദ്ധിക്ക് തോന്നിയത് പ്രവർത്തിക്കുകയാണ്. ഒരു പെണ്ണ് പള്ളിയിലേക്ക് വരുന്നു, പള്ളിയിൽ വന്ന് പള്ളി മലിനമാവുകയോ അല്ലെങ്കിൽ പെണ്ണ് പള്ളി കയറിയാച്ചോ ഒന്നും സംഭവിക്കാൻ പോണില്ല. അതാ പെണ്ണുങ്ങൾക്ക് പള്ളി വിലക്കിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഒരു പെണ്ണ് ഒറ്റക്ക് ആരുമില്ലാത്ത നേരത്ത് പള്ളിയിൽ കയറി അവിടെ ഇരുന്നു, പള്ളിയിലേക്ക് വന്നു, പ്രവേശിച്ചു എന്ന് വിചാരിച്ചായിട്ടൊന്നും പള്ളി അശുദ്ധമാവുക, ഒരു പെണ്ണ് കയറിയെന്ന് വിചാരിച്ച് പള്ളി മലിനമാവുക എന്നൊന്നുമില്ല. അങ്ങനത്തെ ഒരു അന്ധവിശ്വാസമൊന്നും മുസ്ലിമീങ്ങൾക്കില്ല, ഇസ്ലാമിലില്ല. പക്ഷെ പെണ്ണ് എന്തിന് പള്ളിയിൽ പോകുന്നു? ആണുങ്ങൾ പോകുന്നത് പോലെ പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് വാദിക്കണമെങ്കിൽ എന്തിനു പോകുന്നു? എന്തിനാണ് ആണുങ്ങൾ പോകുന്നത്? പുരുഷന്മാരോട് എന്തിനാ പള്ളിയിൽ പോകാൻ പറഞ്ഞത്? പുരുഷന്മാരോട് പറഞ്ഞാൽ അവർക്ക് പുണ്യം ലഭിക്കാൻ, അവർക്ക് ജമാഅത്തിന് 27 ഇരട്ടി പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം ആണുങ്ങൾക്കേ പള്ളിയിൽ പോയാൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആണുങ്ങൾക്ക് കിട്ടുന്ന ആ പുണ്യം, ആ പ്രതിഫലം പെണ്ണിന് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ നൽകുമെന്നും അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കല്ലേ അവർ വേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കാതെ പെണ്ണ് ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ധാർഷ്ട്യത്തോടു കൂടെ പോയാൽ അവൾക്ക് കിട്ടുന്നത് ആ പുണ്യമാണോ? അപ്പോൾ അവർ പോകുന്നത് എന്തിനാണ്? പുണ്യം കിട്ടാനാണെങ്കിൽ ആ പുണ്യം ആണുങ്ങൾക്കേ കിട്ടുള്ളൂ എന്ന് മതം പറയുമ്പോൾ, പെണ്ണിനെ ആ പുണ്യം അവർ വീട്ടിൽ നിന്ന് നിർവഹിച്ചാൽ തന്നെ കിട്ടുമെന്ന് പരിശുദ്ധ മതം പറയുമ്പോൾ അതല്ലേ കേൾക്കേണ്ടത്? മഹാന്മാരായ ഇമാമിങ്ങൾ, അയിമത്ത് മുജ്തഹിദീങ്ങൾ, നമുക്ക് കുറേ ഹദീസുകൾ നിരത്തി വെച്ചിട്ട് ആ പെണ്ണ് പള്ളി പോകാൻ ഹദീസിൽ കാണാം. കുറേ ഹദീസുകളുണ്ട്. ഒരു മൗലവി പറഞ്ഞതാ 135 ഹദീസുകൾ തരാം പെണ്ണ് പള്ളി പോകാമെന്നുള്ളതിന് എന്ന്. അത് പെണ്ണ് പള്ളിയിൽ പോയതും വന്നതും പറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് ഹദീസുകളുണ്ടാവും. അതുപോലെ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞ ഹദീസും ഇപ്പുറത്തുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇതാണ് നോക്കേണ്ടത്. ഈ ഹദീസ് നോക്കിയിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഈ വിഭാഗം ആളുകൾക്ക് അവർക്ക് എന്താണ് അവരുടെ കയ്യിലുള്ള പ്രൂഫ്? ഒന്നുമില്ലല്ലോ. എന്താണ് അവരുടെ കയ്യിലുള്ള പ്രൂഫ്? പെണ്ണുങ്ങൾക്ക് അവർ ആണുങ്ങളെപ്പോലെ ജമാഅത്തിന് പങ്കെടുക്കൽ, ജമാഅത്തിനോ പങ്കെടുക്കൽ മുഅക്കദല്ല, ശക്തിയായ സുന്നത്തില്ല. പള്ളിയിൽ അവർക്ക് ജമാഅത്തിനെ കുറിച്ച് അവരുടെ വീട്ടിൽ അവർക്ക് വെച്ചിട്ട് ജമാഅത്ത് നടത്താം. എവിടെയെങ്കിലും സ്ത്രീകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ജമാഅത്ത് നടത്താം. സ്ത്രീകൾക്കായിട്ടുള്ള ഇടം കണ്ടെത്തി അവിടെ ജമാഅത്ത് നടത്താം. എന്നാൽ പോലും പുരുഷന്മാരെ പോലെ അവർക്ക് അത് അത്ര മുഅക്കദല്ല. പ്രത്യേകിച്ച് പള്ളിയിലേക്ക് സ്ത്രീ പോയിട്ട് അത് നിർവഹിക്കൽ അവർക്ക് പുണ്യമുള്ള കാര്യമാണെന്ന് പരിശുദ്ധ ദീന് പറഞ്ഞിട്ടില്ല. എന്താണ് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചത്? വലാ യതഅക്കദു നദബു ലിന്നിസായി തഅക്കുദൻ ലിർരിജാൽ. പുരുഷന്മാർക്ക് സുന്നത്തായ കാര്യങ്ങൾ, ഇപ്പോൾ ഇതുപോലെ ജമാഅത്ത്, ജുമുഅ പോലെയുള്ള കാര്യങ്ങൾ, പുരുഷന്മാർക്ക് ജമാഅത്തിന് പോവൽ അത് വളരെ ശക്തിയായ സുന്നത്താണ്, ജമാഅത്തിന് പങ്കെടുക്കുക എന്നുള്ളത്. എന്നാൽ പെണ്ണുങ്ങൾക്ക് അതുപോലെ മുഅക്കദില്ല. തുഹ്ഫ മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തൻ്റെ തുഹ്ഫയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവരുടെ നിസ്കാര സ്ഥാനം അവരെവിടെ വെച്ചുകൊണ്ടാണ് അത് നിർവഹിക്കേണ്ടത്? മഹാന്മാരായ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അമ്മൽ മർഅതു ഫജമാഅതുഹാ ഫീ ബൈതിഹാ അഫ്ളൽ. ഒരു പെണ്ണിന് അവളുടെ ജമാഅത്ത് ഏറ്റവും അഫ്ളല് വീട്ടിൽ വെച്ചുകൊണ്ടാണ്. എന്തുകൊണ്ട്? ലിഖബരി സ്വഹീഹി. മഹാന്മാർ പറയാൻ, സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെണ്ണിന് അവളുടെ നിസ്കാരം ഏറ്റവും അഫ്ളല് വീട്ടിലാണ്. ഏതാ ഹദീസ്? ലാ തംനഉ നിസാഅകുമുൽ മസാജിദ വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു.
വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങൾക്ക് അവരുടെ വീടാണ് ഉത്തമം. കണ്ടോ, ഉത്തമം എന്ന് പറയുന്നത് ആരാ? അള്ളാഹുവിൻ്റെ റസൂൽ. അപ്പോൾ ആ ഉത്തമത്തെ, ഖൈറിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഷർ. കേവലം ചെറിയ ബുദ്ധി പോരെ, തോന തലക പുകഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ, കൂടുതൽ ചിന്തയും ബുദ്ധിയൊന്നും ആവശ്യമല്ല. അള്ളാഹിൻ്റെ റസൂല് വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, നിങ്ങൾക്ക് ഉത്തമം നിങ്ങളുടെ വീടാണ് എന്ന് പറയുമ്പോൾ അവിടെ ഖൈറുൽ ലഹുന്ന എന്നാ പറഞ്ഞത്. ഖൈറിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഷർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ കാര്യം അനുസരിക്കാതെ പോയാൽ അതിൻ്റെ ഷർറല്ലേ കിട്ടുക, ഖൈറല്ലല്ലോ. ഇത് കണ്ടുകൊണ്ടാണ് മക്കയിലും മദീനയിലുമുള്ള ഇമാമിങ്ങൾ, ഖത്തീബുമാർ, ഹറമിലെ ഇമാമുകൾ പല സന്ദർഭങ്ങളിലായി പറഞ്ഞത് ഇന്നും നമുക്ക് കിട്ടുമല്ലോ. സ്ത്രീകൾ ഇങ്ങനെ ആണുങ്ങളെ കൂടെ ഞെരങ്ങാൻ, ഇവിടെ കൂടിക്കലരാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല, നിങ്ങളെ റൂമിൽ നിന്നോ സ്ഥലങ്ങളിൽ നിന്നോ നിസ്കരിച്ചാൽ മതി. എന്നിട്ട് ഇവിടെയുള്ള ചില ഓൺലൈൻ മുഫ്തിമാർ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. സൗദി അറേബ്യയിൽ, മക്കയും മദീനയുമുള്ള സൗദി അറേബ്യയിൽ, മക്കത്ത് മദീനത്ത് പെണ്ണുങ്ങൾക്കിതാ സുലഭമായി ഇഷ്ടംപോലെ ഇറങ്ങാൻ, കയറാൻ, വരാൻ, പോകാൻ അവിടെ സൗകര്യമുണ്ട്. അവിടെ സൗകര്യം ഒരുക്കാതിരിക്കാൻ പറ്റുമോ? അത് ലോക മുസ്ലിമീങ്ങളുടെ സംഗമ ഭൂമിയാണ്. അവിടേക്ക് വരുന്നത് ഹജ്ജിനും ഉംറക്കുമാണ്, മദീനത്തേക്ക് വരുന്നത് സിയാറത്തിനാണ്. അത് അവിടെ പോയാലല്ലാതെ നടക്കൂല, കാബത്തിൻ്റെ മുമ്പിലേക്ക് എത്താതെ അത് നടക്കൂല. എന്നിട്ട് അവിടെ ന്യായീകരിക്കണം മക്കത്തും മദീനത്തും പോകുന്നില്ല എന്ന്. മക്കത്ത് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളിയുടെ ഉള്ളിലാണ് പരിശുദ്ധ കാബാലയമുള്ളത്. അവിടേക്ക്, ആ കാബയിലേക്ക് തവാഫ്, അതുപോലെ ഉംറ, ഹജ്ജ് പോലത്തെ കർമ്മങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ച് പോയ ആളുകൾക്ക് ഈ പള്ളിക്കകത്തൂടെ കടന്നു പോകണം. അവിടെ തവാഫ് ചെയ്യുന്ന വേളയിൽ അവിടെ വാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പരിശുദ്ധ ശറഅ് പറയുന്നത് അവരുടെ നിസ്കാരം ആ മസ്ജിദുൽ ഹറാമിലാണ്. ഇതാർക്കാ അറിയാത്തത്? ഇനി അവിടുത്തെ പള്ളി, മക്കയും മദീനയും ഫലസ്തീനും, ഈ മൂന്ന് പള്ളി, ലാ തംനൗ ഇമാ അല്ലാഹ്, മഹാന്മാരായ ഇമാമിങ്ങൾ അതിനെ കോട്ട് ചെയ്ത് അതിനൊക്കെ വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഹദീസോ അല്ലെ ഖുർആനോ നോക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനുള്ള കഴിവില്ല. ഇജ്തിഹാദിന് കഴിവുള്ള അഗ്രേസ്യരായ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ പറഞ്ഞതാണ് നമ്മൾ ഈ വിഷയത്തിൽ അവലംബിക്കേണ്ടത്. പ്രത്യേകിച്ച് സുന്നികൾ, ഇവരിങ്ങനെ കുറേ ആയത്തോതും ഹദീസോതും, ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിക്കുന്നത് നമ്മൾ വശംവദരാകരുത്. ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന ആൾ വിദഅത്തുകാര്, അവർ ബുദ്ധി കൊണ്ട് മതത്തെ കണ്ടെത്തുന്നവരാണ്. അവർ ഖുർആനിനെയും ഹദീസിനെയും സ്വയോഷ്ടപ്രകാരം ദുർവ്യാഖ്യാനിക്കുന്നവരാണ്. അതല്ലാതെ അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ പ്രമാണമറിയുകയില്ല. എന്നാൽ ഒരു ഹദീസ്, ഈ വിഷയത്തിൽ നൂറുകണക്കിന് ഹദീസ് ഉണ്ടെന്ന് വെക്കുക, പെണ്ണുങ്ങൾ പള്ളിയിൽ പോയത് അല്ല വീടാണ് ഉത്തമം എന്ന് പറഞ്ഞ ഹദീസുകൾ ധാരാളം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിൽ എവിടെയാണ് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. നമ്മൾ ഫസ്അലു അഹ്ല ദിക്ർ, ഇന്ന് ഓൺലൈൻ മുഫ്തിമാരായ റഫീഖ് സലഫിയെ പോലെയുള്ള മണ്ടന്മാർ, മൻസൂറിനെ പോലെയുള്ള വിഡ്ഢികൾ, അവർ പറയുന്നത് ആണ് ശരി എന്ന് തോന്നിപ്പോകരുത്. കാരണം അവർ ഈ ഹദീസിൻ്റെ ഉള്ളടക്കം അറിയാത്തവരാണ്. അവർ ഓൺലൈൻ മുഫ്തിമാരായി അവർ പറയുന്നതാണോ മതവിധി? ഒരായത്താടോതും അല്ലെ ഹദീസാടോതും, എന്നിട്ട് അവർക്ക് തോന്നുന്ന അർത്ഥം വെക്കുക. നമ്മൾ പോലും പറയുന്നത് എന്താണ്? നമ്മൾ അതിന് പ്രാപ്തരല്ല. പഠിച്ച് മനസ്സിലാക്കിയ ഒരു ഹദീസിനെ കുറിച്ച് കൃത്യമായി അവഗാഹമുള്ള അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് സ്വീകാര്യം? ഇമാം ഷാഫിയെ പോലെയുള്ള മഹാന്മാരത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ലാ തംനൗ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്. അത് ജുമാക്കും ജമാഅത്തിനും പള്ളിയിൽ വരുന്നതിനെ തൊട്ട് നിങ്ങൾ തടയരുത് എന്നല്ല ഹദീസിൻ്റെ താല്പര്യം. റസൂലുള്ളാഹിന്റെ കാലത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നില്ലേ? പള്ളിൻ്റെ ഒരു ഭാഗത്തേക്ക് അവർ വന്നിരുന്നു. ആ ഒരു വരവ് അവരെ തടയരുത്. കാരണം അവർ ഇൽമു പഠിക്കാൻ വേണ്ടി വന്നവരാ.
ഇൽമു പഠിക്കാൻ വേണ്ടി പള്ളിയോ പള്ളിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും സ്ത്രീകൾ ഒരുമിച്ച് കൂടേണ്ടി വന്നാൽ അതും അത്ര കൃത്യമായ മറയോടുകൂടെ ഇസ്ലാമിക ചിട്ടയോടുകൂടെ വേഷവിധാനത്തോടുകൂടെ. റസൂലുള്ളാഹിൻ്റെ അടുത്ത് അങ്ങനെ പല ആവശ്യങ്ങൾക്കും സ്ത്രീകൾ വന്നിട്ടുണ്ട്. അത് പള്ളിയിലുള്ള റസൂലുള്ളാഹിൻ്റെ അടുത്തേക്കാണ്, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്. അപ്പം അതുകൊണ്ട് അങ്ങനെ വരുന്ന സ്ത്രീകളെ നിങ്ങൾ തടയരുത്. മാത്രമല്ല ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞ മഹാന്മാർ പലരും മസ്ജിദുൽ ഹറാം 3 പള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലാ തംനഉ ഇമാ അല്ലാഹി മസ്ജിദ് അല്ലാഹി എന്നല്ല പറഞ്ഞത്, മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പള്ളികളെ. ആ പള്ളികൾ പ്രത്യേകം ഡിപ്പെൻഡ് ചെയ്ത് പറഞ്ഞത് 3 പള്ളികൾ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതിലൊന്ന് മസ്ജിദുൽ ഹറാമാണ്, 2 മസ്ജിദുൻ നബവിയാണ്, 3 മസ്ജിദുൽ അഖ്സയാണ്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, നിസ്കാരാദി കർമ്മങ്ങളുടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വാഹനം കെട്ടപ്പെടരുത്. എവിടെ? ഈ 3 പള്ളിയിലേക്കല്ലാതെ എന്ന് പറഞ്ഞല്ലോ. അത് സിയാറത്തിന് പോകണ്ടെന്നല്ല, പിന്നെ പുണ്യം പ്രതീക്ഷിച്ച്. ഏത് പുണ്യം? നിസ്കാരം പോലെയുള്ള അമലുകളുടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ 3 പള്ളിക്കേ പോകാൻ പറ്റുള്ളൂ. മറ്റുള്ള പള്ളി, ലോകത്തുള്ള എല്ലാ പള്ളികളും പുണ്യത്തിൻ്റെ കാര്യത്തിൽ ഒരേ സ്ഥാനത്ത്, ഒരേ ഗ്രേഡില്. എന്നാൽ മക്കയിലെ മസ്ജിദുൽ ഹറാം ലക്ഷക്കണക്കിന് പ്രതിഫലമുള്ള പള്ളിയാണ്. 10,000 കോടി പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട് മക്കത്തെ പള്ളിക്ക്, അവിടുത്തെ നിസ്കാരത്തിന്. മദീനത്ത് 10 ലക്ഷം 1000 റക്അത്തിന്റെ പ്രതിഫലമാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിനെ വ്യാഖ്യാനിച്ച് 10 ലക്ഷം 10,000 ഒക്കെ പ്രതിഫലം പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അപ്പോൾ മക്കത്തെ പള്ളിയും മദീനത്തെ പള്ളിയും ഫലസ്തീനിലെ പള്ളിയും നമ്മളിവിടെ തുലനം ചെയ്യാൻ പറ്റുമോ? നമ്മളെ നാട്ടിലെ പള്ളിയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് പറയാൻ പറ്റുമോ? അവിടെ പോവുകയാണെങ്കിൽ ഇവിടെയും പോവാ എന്ന് പറയാൻ പറ്റുമോ? കാരണം പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ ഈ 3 പള്ളി ലോകത്തെ മറ്റു പള്ളിയേക്കാൾ വ്യത്യസ്തമാണ്. വിവരമില്ലാത്ത റഫീഖ് സലഫിയെ പോലെ, മൻസൂറിനെ പോലെയുള്ള പല വിഡ്ഢികളും മക്കത്ത് പോകുന്നില്ലേ, മദീനത്ത് പോകുന്നില്ലേ? മക്കത്ത് പോയാൽ നമ്മൾ തവാഫിനും ഉംറക്കും ഇറങ്ങുന്ന സമയത്ത് ബാങ്ക് കൊടുത്താൽ അവരുടെ ജമാഅത്ത് അവിടെ പങ്കെടുക്കുന്നുണ്ട്, നിസ്കരിക്കാൻ അവിടെ കൂടുന്നുണ്ട്. അതവർക്ക് അനുവദനീയമാണ് എന്നുള്ള ഒരു ഹുക്കുമിലാണ്. മാത്രമല്ല അവിടുത്തെ പുണ്യം വേറെയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഉംറക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തവാഫ് പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവിടെയാണ് സ്ത്രീകൾ നിസ്കരിക്കുന്നത്. കാരണം മസ്ജിദുൽ ഹറാം പള്ളിക്കകത്താണ് കഅബാലയമുള്ളത്. അവിടേക്ക് കടക്കാതെ ഹജ്ജ് ഉംറയും ചെയ്യാൻ കഴിയില്ല, തവാഫ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പെണ്ണിനെ അങ്ങോട്ട് പ്രവേശിക്കേണ്ടി വരും. അതും ഇതും എങ്ങനെയാണ് കൂട്ടിക്കൊളത്തുക? അതാണ് വിവരക്കേടേ, നിന്റെ പേരാണ് വഹാബി, അജ്ഞതയുടെ പേരാണ് വഹാബി. അതുകൊണ്ട് നമ്മൾ കൃത്യമായി പ്രമാണങ്ങൾ പഠിക്കണം. മാത്രമല്ല ഇവർ പറയാറുണ്ട്, പല ഹദീസുകളും വെച്ചുകൊണ്ട് ഇവർ പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത്, ത്വാഹ സൂറത്ത് റസൂലുള്ളാഹി ഓതുന്നത് അവിടുത്തെ ഭാര്യമാർ കേട്ട ഹദീസ്, പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായി പള്ളിയിൽ വന്ന് ഇത്തികാഫിരുന്ന ആ ഒരു ഹദീസ്, പെണ്ണുങ്ങൾ പള്ളിയിൽ അവർക്ക് പ്രത്യേകം ഒരു തൂണ് വെച്ചതും ആ തൂണ് ക്ഷീണിക്കുമ്പോൾ ആ തൂണിൽ കയറ് കെട്ടി അവിടെ അവർ എന്താകും, വിശ്രമിക്കും എന്നൊക്കെ പറഞ്ഞ ഹദീസ്, റസൂലുള്ളാഹിന്റെ ഖിറാഅത്ത് കേട്ടു എന്ന് പറഞ്ഞ ഹദീസ്. ഇതൊക്കെ പള്ളിക്കകത്താണ് എന്നൊന്നുമില്ല, അല്ലെ പള്ളി വന്ന് നിസ്കരിക്കുമ്പോൾ ആണ് എന്നില്ല. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ അവരുടെ നബിയുടെ ഹുജ്റ എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി മസ്ജിദുൻ നബവിയുടെ ഒരു ഓരത്താണ് നബിയുടെ വീട്. പള്ളിയോട് ചേർന്നിട്ടുള്ള നബിയുടെ ഭാര്യമാരുടെ വീടുകൾ, ഹുജ്റാത്തുകൾ, അവിടേക്ക് ഈ ഖിറാഅത്ത് കേൾക്കും. ആ ഹദീസുകളൊക്കെ വെച്ചിട്ട് അത് പള്ളിയിൽ നിന്നാണ്, പള്ളിയിൽ നിന്ന് നിസ്കരിക്കാം എന്നുള്ളതിനൊരിക്കലും അത് തെളിവാക്കിയിട്ടില്ല. ലോകത്ത് ഒരു ഇമാമും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. മാത്രമല്ല ആദ്യകാലത്ത് പെണ്ണുങ്ങൾ പോയിനിയോന്ന്, ആദ്യകാലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിൽ ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പിലാക്കിയത്. ഇപ്പോൾ മദ്യപാനം, കള്ളുകുടി, കള്ള് കച്ചവടം നടത്തിയ സ്വഹാബത്തുണ്ടായിരുന്നു, മദ്യപിച്ചുകൊണ്ട് പള്ളിയിൽ വന്നവരുണ്ടായിരുന്നു. വലിയ വലിയ മദ്യക്കുപ്പിയുടെ ഗോഡൗൺ, കള്ള് അതിൻ്റെ ഗോഡൗൺ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾക്ക്
അവസാനം വിലക്ക് വന്നു. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂ. പരിശുദ്ധ ഖുർആൻ വിലക്ക് പറഞ്ഞു. അതോടുകൂടെ സഹാബത്ത് അത് ഉൾക്കൊണ്ടു, അംഗീകരിച്ചു. ആ കള്ളിൻ്റെ വീപ്പകൾ തച്ചുടച്ച് കളഞ്ഞു. അപ്പോൾ ആദ്യകാലത്ത് കള്ള് കുടിച്ച ആളുകളുണ്ടായിരുന്നു. സഹാബത്താണ് മദ്യപിച്ചത്. പക്ഷെ വിലക്ക് വന്നപ്പോൾ അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. മദീന പള്ളിയിൽ നായ കയറിയിരുന്നു. പ്രത്യേകം ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ